ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി പിടിയിലായ കേസിൽ വിവരങ്ങൾ ശേഖരിച്ച രഹസ്യാന്വേഷണ വിഭാഗം തസ്ലീമയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ലഹരി സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായ തസ്ലീമ. ചെന്നൈ കേന്ദ്രീകരിച്ച് തമിഴ് സിനിമാ മേഖലയിലും ലഹരി ഇടപാടുകൾ നടത്തിയെന്നാണ് സംശയം. കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത്. മലയാള സിനിമയിലടക്കം പ്രമുഖ നടന്മാർക്കടക്കം ഈ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ നൽകിയെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഈ ഒരു പ്രതി നടത്തിയിരുന്നു. ഒപ്പം തന്നെ തമിഴ് സിനിമാ മേഖലകളിലും സമാനമായ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ ഒരു അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, ആലപ്പുഴ ഓമനപ്പുഴയിൽ കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയടക്കം 2 പേർ പിടിയിലായ സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഇന്ത്യക്ക് പുറത്തു നിന്നാണെന്ന് തെളിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കും. ഇതിന്റെ മുന്നോടിയായുള്ളൊരു വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പിടിയിലായ തസ്ലീമ സുൽത്താന ചോദ്യം ചെയ്യലിൽ തമിഴ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളുമൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് എക്സൈസിനും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം. പ്രധാനമായും ചെന്നൈയും ബംഗളൂരുവും കൊച്ചിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളെയൊക്കെ തന്നെ ഈ പോലീസിന്റെ എക്സൈസിന്റെ അന്വേഷണ പരിധിയിൽ വരും. ഇവരാണ് ഈ കൂടുതൽ മുഖ്യ കണ്ണി ഈ കേസിലെ മുഖ്യ കണ്ണിയായ തസ്ലീമയ്ക്ക് ചെന്നൈയും ബംഗളൂരുവും കൊച്ചിയുമൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ കൈമാറ്റമെന്നാണ് എക്സൈസിന് വിവരം ലഭിച്ചത്. മറ്റു പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് തമിഴ് സിനിമാ മേഖലയിലും ലഹരി വിരുന്നും കഞ്ചാവ് വിതരണവും ഒക്കെ നടത്തിയതായി സംശയമുണ്ട്. അതേസമയം ലഹരി സംഘവുമായി ബന്ധപ്പെട്ടവരെന്ന് കരുതുന്ന യുവ നടന്മാർ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നത് വൈകിയേക്കും. 2 പേരുടെ പേരുകൾ തസ്ലീമ സുൽത്താന വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് അറിയിച്ചത്. എന്നാൽ ഇവർ കൂടുതൽ തെളിവുകൾ സ്വീകരിച്ച ശേഷം മാത്രമായിരിക്കും ഇവർക്ക് നോട്ടീസ് അയക്കുക എന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. പിടിയിലായ തസ്ലീമയെയും ഫിറോസിനെയും വിശദമായ ചോദ്യം ചെയ്യലിന് എക്സൈസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ഫോൺ രേഖകളും മാത്രമല്ല ഇവരുടെ ഡിലീറ്റ് ചെയ്ത വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളും UPI വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇന്നലെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായി ഇവരുടെ ഫോണുകൾ അയച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം ലഭിക്കാൻ പരമാവധി 10 ദിവസം സമയമെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങൾ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്നത് ഇതിന് ശേഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം അറിയിക്കുന്നത്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി നടത്തിയ ലഹരി ഇടപാടിന്റെ വിവരങ്ങളായിരുന്നു തസ്ലീമ സുൽത്താന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എക്സൈസിനോട് വെളിപ്പെടുത്തിയത്. പല കണ്ണികളെ ഉപയോഗിച്ചാണ് ഇവർ ഓൺലൈൻ വഴി ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിഷ്ണു. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.